നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള ഈ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു മാറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരാനാണ്. അപ്പോൾ എല്ലാവരുടെ പ്രൊഫൈലിലും ഇങ്ങനെ ഒരു കാര്യം, നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുക, നിങ്ങളുടെ PSC പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് മൈ പ്രൊഫൈൽ എന്ന് പറയുന്ന ടാബിലോട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒരു ടാബാണ് പുതുതായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന മാറ്റമാണ്. അതിനകത്ത് ആഡ് അല്ലെങ്കിൽ വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ്, OTP ബേസ്ഡ് കറക്ഷൻ ഓഫ് ലോക്ക്ഡ് പ്രൊഫൈൽ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വ്യൂ പ്രൊഫൈൽ കറക്ഷൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുതിയൊരു ടാബ് ഓപ്പൺ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു PSCയുടെ പ്രൊഫൈൽ ബ്ലോക്ക് ആക്കുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. ഈ പ്രൊഫൈൽ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് കേരള PSC ഒരു ക്ലാരിഫിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്ലാരിഫിക്കേഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നതുകൂടി ഈ ഒരു വീഡിയോയുടെ ലക്ഷ്യമായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ PSC ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ PSC അറിയിപ്പുകൾക്കും അതുപോലെ തന്നെ PSC ക്ലാസ്സുകൾക്കുമായിട്ട് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ഈ ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് PSC പ്രൊഫൈൽ നമ്മൾ ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തിരുത്താനുള്ള സംവിധാനം നിലവിൽ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മാറ്റമായിട്ടാണ് നമുക്ക് ആ ഒരു കഴിഞ്ഞ ഒരു ടാബ് എന്ന് വെച്ചാൽ ഈ ഒരു ടാബ് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നത്. നമ്മുടെ PSC പ്രൊഫൈൽ നമുക്ക് സ്വയം തിരുത്താനുള്ള സംവിധാനമാണ് നിലവിൽ ഇപ്പോൾ വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക എന്നുള്ള കാര്യം, എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ ഒന്ന് വായിച്ചു നോക്കിയേ. PSC പ്രൊഫൈല് ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തിരുത്താനുള്ള സംവിധാനം വെബ്സൈറ്റിൽ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ വിവരങ്ങൾ ഓൺലൈനായി തിരുത്താനുള്ള സംവിധാനം വ്യാഴാഴ്ച അല്ലെങ്കിൽ ജനുവരി 26 മുതലാണ് PSC വെബ്സൈറ്റിൽ നിലവിൽ വന്നത്. ഇത് പ്രകാരം പ്രൊഫൈലിലെ ജാതി, മതം, ലിംഗം, തൊഴിൽ പരിചയ സമ്പന്നത, അതുപോലെ തന്നെ മാതാപിതാക്കളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ, ആധാർ നമ്പർ അടക്കമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്വയം തിരുത്താനായിട്ട് കഴിയും. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും നമുക്ക് ഇതുവരെ തിരുത്താനായിട്ട് കഴിയത്തില്ലായിരുന്നു. പക്ഷേ ഇനി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം തിരുത്താനായിട്ട് PSC പ്രൊഫൈൽ മുഖാന്തരം കഴിയുന്നതാണ്. എന്നാൽ ഇതിനകത്ത് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദ്യോഗാർത്ഥിയുടെ പേര്, ഫോട്ടോ, ഒപ്പ്, ജനനത്തീയതി, തിരിച്ചറിയൽ മാർക്കുകൾ തുടങ്ങിയവ ഉദ്യോഗസ്ഥ പരിശോധനയ്ക്ക് ശേഷമേ തിരുത്തൽ വരുത്താനായിട്ട് കഴിയത്തുള്ളൂ. പ്രൊഫൈലിലെ വിദ്യാഭ്യാസ യോഗ്യത നിബന്ധനകൾക്ക് വിധേയമായി തിരുത്താം. ഓക്കെ, അപ്പൊ നമുക്ക് തിരുത്താൻ കഴിയുന്നത് നമ്മുടെ ജാതി, മതം, ലിംഗം, തൊഴിൽ സമ്പന്നത അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ പരിചയം എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് തിരുത്താനായിട്ട് കഴിയും. പക്ഷെ തിരുത്താൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ പേര് തിരുത്താനായിട്ട് പറ്റത്തില്ല, നമ്മുടെ ഫോട്ടോ തിരുത്താനായിട്ട് പറ്റത്തില്ല, നമ്മുടെ ഒപ്പ് തിരുത്താനായിട്ട് പറ്റത്തില്ല, നമ്മുടെ ജനനത്തീയതി തിരുത്താനായിട്ട് പറ്റത്തില്ല. ഇത്രയും കാര്യങ്ങൾ തിരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് PSC പ്രൊഫൈൽ അല്ലെങ്കിൽ PSC ഓഫീസിൽ പോയി അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ വെരിഫിക്കേഷന് ശേഷം മാത്രമേ ഈ കാര്യങ്ങൾ തിരുത്താനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ പ്രൊഫൈലിലെ വിദ്യാഭ്യാസ യോഗ്യത അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് നിബന്ധനകൾക്ക് വിധേയമായി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, തിരുത്താനായിട്ട് കഴിയും. അപ്പൊ എന്തൊക്കെയാണ് നിബന്ധനകൾ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഡിഗ്രി യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് PSC ഓഫീസിൽ ഹാജരാകാതെ PGയോ അതിന് മുകളിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയോ രേഖപ്പെടുത്താനായിട്ട് കഴിയും. അപ്പോൾ എങ്ങനെയാണ് ഡിഗ്രി ഉള്ള ആൾക്കാർക്ക്, അത് ശ്രദ്ധിക്കണം, ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് PG കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫീസിൽ പോകാതെ നിങ്ങളുടെ വീട്ടിലിരുന്ന് തന്നെ എന്ത് ചെയ്യാനായിട്ട് കഴിയും, ആഡ് ചെയ്യാനായിട്ട് കഴിയും. എന്നാൽ ഡിഗ്രി യോഗ്യത രേഖപ്പെടുത്തിയ ഉദ്യോഗാർത്ഥിക്ക് അതിന് താഴെ യോഗ്യതയുള്ള +2, SSLC തുടങ്ങിയവ സ്വയം രേഖപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. എന്താണ്, ഡിഗ്രി ഉള്ളവർക്ക് വേണമെങ്കിൽ PG ആഡ് ചെയ്യാം. പക്ഷേ ഡിഗ്രി ഉള്ള ഒരാൾക്ക് അതിന് ശേഷമുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ +2 ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ SSLC ക്വാളിഫിക്കേഷനോ ഉള്ള ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയത്തില്ല, സ്വയം തിരുത്താനായിട്ട് കഴിയത്തില്ല. ഇതിന് PSC ഓഫീസിൽ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, ഹാജരാകേണ്ടി വരും. ഡിഗ്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഷയത്തിലാണ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ BA ഹിസ്റ്ററി എന്നാണെന്നുണ്ടെങ്കിൽ BA മലയാളമാക്കി തിരുത്താനായിട്ട് എന്ത് ചെയ്യാം, പ്രൊഫൈലിൽ പറ്റും. ഇപ്പോൾ വെച്ചാൽ എനിക്കിപ്പോൾ BA എക്കണോമിക്സ് ആണ്, അങ്ങനെയാണെങ്കിൽ എക്കണോമിക്സ് മാറ്റിയിട്ട് എൻ്റെ ഞാൻ ആഡ് ചെയ്ത സമയത്ത് തെറ്റി, എനിക്ക് നമുക്ക് BSc മാത്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, BSc മാത്സിലോട്ട് നമുക്ക് ആഡ് ചെയ്യാനായിട്ട് കഴിയും. അതിനുള്ള കാര്യം നിലവിലുണ്ട്. പക്ഷേ
ഡിഗ്രി ഉള്ള ആൾക്കാർക്ക് PG സ്വയം ആഡ് ചെയ്യാം. പക്ഷെ ഡിഗ്രിക്ക് താഴെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് PSC ഓഫീസിൽ പോയ ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, ഈ ഒരു കാര്യങ്ങൾ ആഡ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഈ ഒരു സംവിധാനമാണ് നമ്മുടെ ഈ ഒരു കേരള PSCയുടെ ഈ ഒരു ടാബ് അല്ലെങ്കിൽ പുതിയ മൈ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് എഡിറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു അല്ലെങ്കിൽ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാനുള്ള ഈ ഒരു ഓപ്ഷൻ അപ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ വേറെ സംശയങ്ങളൊന്നും ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ PSC അപ്ഡേറ്റിന്റെ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മുടെ പ്രൊഫൈൽ വിലക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ പ്രൊഫൈൽ ബാനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ഇത് കേരള PSCയുടെ തീരുമാനമാണ് ഞാൻ ഇതിനകത്ത് റിട്ടൺ ഫോമിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. 1 or 2 പരീക്ഷ എഴുതാത്തതിന് പ്രൊഫൈല് വിലക്കില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്നു, സപ്പോസ് ഇനി വരുന്ന എക്സാംസിന് ഒരു പരീക്ഷ എഴുതിയില്ല അല്ലെങ്കിൽ 2 എഴുതാൻ വിട്ടുപോയി, നിങ്ങളുടെ പ്രൊഫൈല് എന്ത് ചെയ്യും, ബാനായി പോകുമോ? അങ്ങനെ ഒരു സംശയം ഒരുപാട് പേർക്കുണ്ട്. നിലവിൽ അതിന്റെ ഉത്തരമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഇന്ന് വായിച്ചു നോക്കുക. കൺഫർമേഷൻ നൽകിയിട്ടും പരീക്ഷയ്ക്ക് എത്താത്തവരുടെ പ്രൊഫൈൽ മരവിപ്പിക്കുന്നത് കർശനമാക്കാൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ പ്രേരിപ്പിച്ചത് പരീക്ഷാ നടത്തിപ്പിലെ കനത്ത നഷ്ടം കാരണമാണ്. കഴിഞ്ഞ ശനിയാഴ്ച നടത്തിയ ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് 40% പേർ ഹാജരാകാത്തതിനാൽ PSCക്ക് നഷ്ടം 1 കോടിയോളം രൂപയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ആ പരീക്ഷയ്ക്ക് 40% ആൾക്കാർ പോലും പരീക്ഷ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും PSCക്ക് 1 കോടി രൂപ അടുപ്പിച്ച് നഷ്ടമുണ്ടായെന്നാണ് PSC തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈൽ മാത്രമേ മരവിപ്പിക്കൂ PSC നൽകുന്ന വിശദീകരണം. 1 or 2 പരീക്ഷ അബദ്ധവശാൽ എഴുതാത്തവരുടേതല്ല. അവർക്കറിയാമല്ലോ, കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഹോൾ ടിക്കറ്റിൽ കൺഫർമേഷൻ കൊടുത്തിട്ട് പരീക്ഷ എഴുതാതെ പോകുന്ന ചില ബിരുദന്മാരില്ലേ, അവരുടെ പ്രൊഫൈലാണ് എന്ത് ചെയ്യാൻ പോകുന്നത്, മരവിപ്പിക്കാനായിട്ട് പോകുന്നത് എന്നാണ് കേരള PSCയുടെ വിശദീകരണം. കൺഫർമേഷൻ നൽകിയിട്ടും പരീക്ഷ എഴുതാത്തവരുടെ പ്രൊഫൈൽ മരവിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ് PSC. ഉദ്യോഗാർത്ഥികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഗണിച്ചാണ് ഈ അപേക്ഷ അല്ലെങ്കിൽ ഈ ഒരു കാര്യം നടപ്പിലാക്കാത്തത്. ഉദ്യോഗാർത്ഥികൾ പരീക്ഷയ്ക്ക് എത്താത്തത് കനത്ത സാമ്പത്തിക നഷ്ടമാണ് എന്ത് ചെയ്യുന്നത്, PSCക്ക് ഉണ്ടാക്കുന്നതെന്നും കേരള PSC പറയുന്നുണ്ട്. ശനിയാഴ്ച നടന്ന ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് എത്താമെന്ന് ഉറപ്പ് നൽകിയത് 1,62,000 പേരാണ്. 1,62,000 പേരാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷയ്ക്ക് എഴുതാമെന്ന് അല്ലെങ്കിൽ പോയത് അല്ലെങ്കിൽ അതിന് കൺഫർമേഷൻ കൊടുത്തത്. എന്നാൽ ഇവരിൽ 56,000 പേര് മാത്രമാണ് എന്ത് ചെയ്തത്, പരീക്ഷയ്ക്ക് എത്തിയത്. ഇവരിൽ 56,000 പേര് പരീക്ഷയ്ക്ക് എത്തിയില്ല എന്നാണ് കേട്ടോ. ഇവരിൽ 56,000 പേര് എന്ത് ചെയ്തിട്ടില്ല, പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പോൾ പരീക്ഷാ ചെലവ് ഉണ്ടാകുന്നതിന് എന്നുവെച്ചാൽ ഒരു ഉദ്യോഗാർത്ഥിക്ക് 200 രൂപയാണ് പരീക്ഷാ ചെലവിനായിട്ട് ചെലവുണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു കണക്കനുസരിച്ചുകൊണ്ട് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് പരീക്ഷ നടത്തിപ്പില് കേരള PSCക്ക് നഷ്ടം 1,12,00,000 രൂപയാണ്. 1,12,00,000 രൂപയാണ് എന്ത് കേരള PSCക്ക് ഇവിടെ നഷ്ടമായിട്ടുണ്ടായത്. 2022 4 ഘട്ടമായി നടത്തിയ പ്രിലിമിനറി പരീക്ഷയ്ക്ക് എത്താമെന്ന് ഉറപ്പ് നൽകിയത് 12,69,000 പേരാണ്. എന്നാൽ എത്തിയത് 9 ലക്ഷം പേരാണ്. അപ്പോൾ കഴിഞ്ഞ പ്രിലിംസിന്റെ കേസാണ് അവർ പറയുന്നത്. 12 ലക്ഷം പേര് പരീക്ഷ എഴുതാമെന്ന് കൺഫർമേഷൻ കൊടുത്ത പരീക്ഷയ്ക്ക് 9 ലക്ഷം പേരാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പരീക്ഷ എഴുതിയത്. അപ്പോൾ ഇതിന്റെ ഒരു നഷ്ടം 7 കോടി രൂപയാണ്. എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രിലിംസിൽ കേരള PSCക്ക് നഷ്ടമായത് 7 കോടി രൂപയും ഈ ഒരു ജൂനിയർ ലാബ് അസിസ്റ്റന്റിന്റെ പേരിൽ 1,12,00,000 രൂപയും കേരള PSCക്ക് നഷ്ടമായെന്നാണ് കേരള PSC പറയുന്നത്. എന്ന് വെച്ചാൽ ആകെ മൊത്തത്തിൽ 8 കോടി അല്ലെങ്കിൽ 9 കോടി രൂപയുടെ നഷ്ടം കേരള PSCക്ക് ഉണ്ടായി. ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷ മുതൽ നിയമനം വരെയുള്ള സേവനങ്ങൾ സൗജന്യമായി നടത്തുന്നതിനാൽ സാമ്പത്തിക നഷ്ടം ഇനിയും താങ്ങാനാവില്ലെന്നാണ് കേരള PSCയുടെ വിശദീകരണം. പ്രൊഫൈൽ മരവിപ്പിക്കുന്നതിന് മുൻപ് ഉദ്യോഗാർത്ഥിയുടെ വിശദീകരണം കേൾക്കും. മതിയായ കാരണം ബോധിപ്പിക്കുന്നവർക്ക് ഇളവുണ്ടാകും. ഇതുവരെയുള്ള പരീക്ഷകൾക്ക് ഹാജരാകാത്തത് പ്രൊഫൈൽ മരവിപ്പിക്കുന്നതിന് കാരണമാകില്ല. അപ്പം ചില ഇതിന് മുന്നേയുള്ള കാര്യങ്ങൾ, ഇതിന് മുന്നേയുള്ള പരീക്ഷകൾ എഴുതാത്തതിന് പ്രൊഫൈൽ മരവിപ്പിക്കുന്നതിന് കാരണമാകില്ല. ഇനിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യും, കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷ എഴുതിയില്ല എന്നുണ്ടെങ്കിൽ പ്രൊഫൈല് മരവിപ്പിക്കുമെന്നാണ് കേരള PSC പറയുന്നത്. ഉദ്യോഗാർത്ഥികളെ ബുദ്ധിമുട്ടാക്കാനല്ല പുതിയ തീരുമാനമെന്നും വിശദീകരണമുണ്ട്. ഉടൻ ഈ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കുമെന്ന് കേരള PSC പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഫൈൽ ബ്ലോക്കിങ്ങുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ്. ഒരു പരീക്ഷയുടെ കേസല്ല, പരീക്ഷ എഴുതാത്ത ബിരുദന്മാരെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ഒരു കാര്യം വന്നിട്ടുള്ളത്. എന്തിനാണ് 4 ഘട്ടവും 5 ഘട്ടവും 6 ഘട്ടവുമായിട്ട് പരീക്ഷ എഴുതി 9 കോടി 10 കോടി നഷ്ടം കേരള PSC ഉണ്ടാക്കുന്നതെന്ന് കേരള PSCക്ക് കൂടി ചിന്തിക്കാനുള്ള ഒരു കേസേ ഉള്ളൂ. എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു
വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ PSCയുടെ ഈ ലേറ്റസ്റ്റ് അപ്ഡേറ്റിന്റെ കാര്യവും അതുപോലെ പ്രൊഫൈൽ ബ്ലോക്കുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്താണ് കൺഫേം ആയി, അല്ലെങ്കിൽ അത് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൂടെ ഉപകാരപ്പെടാനായിട്ട് ഈ ഒരു വീഡിയോ എന്ത് ചെയ്യുക, നിങ്ങളുടെ PSC ഗ്രൂപ്പുകളിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും കൂടി എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. ഇതുപോലുള്ള PSC വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും PSC ക്ലാസ്സുകൾക്കുമായിട്ട് നോളജ് ഫാക്ടറി PSC എന്ന് പറഞ്ഞ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും കൂടി മറക്കരുത്. CPOയുടെയും IRBയുടെയും സ്പെഷ്യൽ ടോപ്പിക്കുകൾ നമ്മുടെ ചാനലിലെ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട്, CPO സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് 40-ൽ കൂടുതൽ വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കണ്ടാൽ മാത്രം മതിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.